നമ്മളിവിടെ മിസ് ചെയ്യുന്ന ഒരാൾ നമ്മളുടെ അശോകൻ ചേട്ടനാണ്. അതെ, അപ്പം അദ്ദേഹം മലയാളത്തിന്റെ ഒരു ഹിസ്റ്ററി തന്നെയാണ്. അപ്പം നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സെറ്റിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സീനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് പേരുണ്ട് ഇതിനകത്ത്. അപ്പം ഹരിശ്രേഷനുണ്ട്, അശോകൻ ചേട്ടനുണ്ട്, ജാഫ്രിഡിക്ക് ഉണ്ട്. അപ്പോൾ ജാഫ്രിക്കാടൊക്കെ കൂടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് തന്നെ വേറൊരു ലീഗ് പരിപാടിയാണ്. ലൈക്ക് എന്താ പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ഭയങ്കരമാണ്. അശോകൻ ചേട്ടൻ എനിക്ക് ഇതിനകത്ത് അച്ഛനാണ്. അപ്പോൾ എൻ്റെ വാപ്പായിട്ട് അഭിനയിക്കുമ്പോൾ ആ ഒരു ഫിയറും ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടല്ലോ. അതായത് എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് പുള്ളി അവിടെ ചെറുപ്പകാലത്ത് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഞാൻ ആ രീതിയിൽ പോകുന്നത് കാണുമ്പോൾ പുള്ളിക്കത് തീരെ പറ്റില്ല. അതാണ് എൻ്റെയും അശോകൻ ചേട്ടൻ്റെയും കോൺഫ്ലിക്റ്റ്, സിനിമയിലുള്ള കോൺഫ്ലിക്റ്റ് അതാണ്. പിന്നെ അപ്പോൾ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസാണ്. കാരണം സിനിമയുടെ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലൊക്കെ ഒരു അച്ഛൻ വൈബ് തന്നെയായിരുന്നു എനിക്ക് പുള്ളിയോട്. പുള്ളി പറയുന്ന 30-35 വർഷത്തെ എക്സ്പീരിയൻസ് ഭയങ്കരമാണല്ലോ. അപ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഗുണപാഠങ്ങൾ, പറയുന്ന ഗുണപാഠങ്ങളൊക്കെ ഭയങ്കര എക്സ്പീരിയൻസിങ് ആണ്. കാരണം പുള്ളിക്ക് വേണേൽ പറയാതിരിക്കാം, പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു തരും. അതങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അതങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കും, അതവിടെ പണി കിട്ടും എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഗുണപാഠമാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു അച്ഛൻ മകനോട് പറയുന്ന അതേ വൈബിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് വളരെ ഒരു ഭാഗ്യമാണ്.